ഈ കറി ഉണ്ടെങ്കിലേ ചോറുണ്ട് മാറ്റി വെച്ച് കറി മാത്രം വാരി കുടിക്കും. എല്ലാവരും കറി വെച്ചപ്പോൾ ഒരു പറ ചോറുണ്ണാന്ന്. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ചോറൊന്നും വേണ്ടല്ലോ. ഇത് ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്ത കുമ്പളാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഒരു വീട്ടമ്മയ്ക്ക് ഒരു അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. കുമ്പളത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാനും പിന്നെ വയറിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ലങ്സിൻ്റെയും ഹൃദയത്തിൻ്റെ എല്ലാ ആരോഗ്യത്തിനും അതുപോലെ ഡൈജഷൻ ദഹനത്തിനും ഇത് വളരെ സഹായിക്കും കേട്ടോ. തലയിലെ താരം പോകാൻ കുമ്പളങ്ങ വെള്ളമൊഴിക്കാതെ അടിച്ച് തലയിൽ തേച്ച് കുളിച്ചാൽ മതി. അങ്ങനെ എണ്ണയാ തീരാത്ത ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ടാണ് കുമ്പളം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെ ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ ഒന്ന് വീഡിയോക്ക് ഒരു ഹൈപ്പും തരിക. പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിതാ കുമ്പളമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ തോല് ചെത്തി കളയണം. തോലും നമ്മൾ ഉപയോഗിക്കും കേട്ടോ. എന്താ അറിയോ, തോല് അധികം മൂക്കാത്ത തോല് ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി കഴുകി വെയിലത്ത് വെച്ചാൽ ഉണങ്ങിയാൽ കൊണ്ടാട്ടം വറുത്താൽ സൂപ്പറാണ് മക്കളെ. അപ്പോൾ ഞാനിപ്പം മഴയല്ല അതൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളയണം. കുരു നമ്മൾ മുറിഞ്ഞു പോകാണ്ട് തന്നെ സൂക്ഷിച്ചൊന്ന് എടുക്കുക കേട്ടോ. കാരണം ഒറ്റ വിത്തും നഷ്ടപ്പെടുത്തരുത്. നമുക്കിത് വിത്തായിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല ഈ കുരു ഉണക്കി പൊടിച്ച് അരിച്ചെടുത്താൽ വയറ്റിലെ കൃമികളൊക്കെ ഇല്ലേ കുട്ടികൾക്കെല്ലാം, അതൊക്കെ പോവാൻ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇത് സാധാരണ കുമ്പളമല്ല കേട്ടോ. ഇത് വൈദ്യം കുമ്പളം എന്ന് പറയും. ഇതിന് കുറച്ച് മെഡിസിനൽ വാല്യൂസ് എല്ലാം കൂടുതലാണ്. ഇതിൻ്റെ കുരുവൊക്കെ കണ്ടോ, എല്ലാം ഉള്ളോട്ടൊക്കെ പോയിരിക്കും. ഒരുപാട് കുരു ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എല്ലാം കത്തിയോണ്ട് ഇതുപോലെ തോണ്ടിയെടുക്കണം. നമ്മൾ സാധാരണ കുമ്പളങ്ങയിൽ ഇത്ര കുരു ഉണ്ടാവില്ല. കുരു നമുക്ക് വേഗം അടർത്തിയെടുക്കാം. പക്ഷേ ഇത് ലേശം പ്രയാസമാണ്. അപ്പം ഞാനിതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കട്ടെ. ഇനി വിത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ആവശ്യമാണ്. നല്ലോണം വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം നടുവും ചെയ്യാം. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അത് നല്ല ഗുണമുള്ളതാണ്. അത് നമുക്ക് ശരീരത്തിന് വേണ്ട ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ വിത്ത് വറുത്ത് പൊടിച്ചൊക്കെ കഴിക്കുക കേട്ടോ. മരുന്ന് കൂടിയാണത്. ഇത് വലിയ കഷ്ണമാക്കി മുറിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകുന്നുണ്ട്. കഴുകിയിട്ട് ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കുമ്പളം കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അതുപോലെ ഈ കുമ്പളത്തിൻ്റെ വിത്ത് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. വിത്തൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ വേണ്ടവർക്കൊക്കെ തരുന്നതാണ് വിത്ത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 500 ml പോലെ ഒഴിച്ചിന്. അതായത് നമ്മളെ പച്ചക്കറി ഉണ്ടല്ലോ, കഷ്ണത്തിൻ്റെ നേക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഒന്ന് വിറകടുപ്പത്താണ് വെക്കണം കേട്ടോ. അതിന് വേറെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുളിൻ്റെ ഉണക്കാട്ടിന് അതവിടെ കിടന്ന് ഉണങ്ങും ചെയ്യും. 2 ഗുണമാവും. ഇപ്പുറത്ത് ഞാൻ അടുപ്പിൽ പുകയിട്ടതാണ്. അപ്പോൾ ലേശം പുകയൊക്കെ ഉണ്ടാവും. ഇനി അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചിരകി വെച്ചിന്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പോലെ 1/2 ടീസ്പൂൺ പോലെ നല്ല ജീരകം കേട്ടോ. അത്രയും മതി. അത് നല്ല പോലെ അരയ്ക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇതിലേക്ക് മുളകൊക്കെ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ലേശം ഒന്ന് തിളച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഇടുന്നത് കേട്ടോ. ഒന്ന് തിളച്ചിട്ട് ഇതിട്ടാൽ കുറച്ചുകൂടി നല്ലതാണ്. അതിന് ആദ്യമേ ഇട്ടാൽ പിന്നെ ഉപ്പൊക്കെ ഇട്ടാൽ ചിലപ്പോൾ കഷ്ണം വേവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് മൂടി അട വെക്കുക. ഇനി നമുക്ക് നമ്മളെ നാളികേരം അരച്ചിട്ട് എടുക്കണ്ടേ. ഇതത് അരമുറി നാളികേരം കേട്ടോ. വലിയൊരു നാളികേരം. ഇനി അതിൻ്റെ അരമുറി എടുത്ത് ഇതിൻ്റെ കറിക്ക് എന്താ വെച്ചാൽ നല്ലോണം തേങ്ങ വേണം കേട്ടോ. എന്നാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ആ നാളികേരവും വെള്ളുള്ളിയും പിന്നെ ജീരകം എല്ലാം ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് 250 ml ഒരു കപ്പിന് 1 കപ്പ് തൈരാണിത് കേട്ടോ. നല്ല കുറച്ച് കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാട്ടോ. അധികം പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി പോലും ഒഴിച്ചാൽ മതി. ബാക്കി ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കും. ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, തൈര് മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മളിതാ ഈ വിത്തൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം കേട്ടോ.
ഈ കുമ്പളത്തിൻ്റെ വിത്തുണ്ടല്ലോ, ചില കുമ്പളൊന്നും മുളയ്ക്കൂല കേട്ടോ. ചിലർ പറയും ഇത് മുളയ്ക്കുന്നില്ല എന്ന്. അതിനുള്ള കാരണം എന്താ പറയുക, ഇതിൽ തന്നെ നല്ലൊരിതുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ണീരുണ്ടല്ലോ, ആഷ്, അതായത് ചാരം ഇട്ടിട്ട് നല്ലോണം കഴുകണം. അല്ലെങ്കിൽ ചാരത്തിൽ കഴുകി കഴിഞ്ഞിട്ട് ഇത്തിരി ചാരം പുരട്ടി വെയിലത്ത് വെക്കരുത്, തണലത്ത് വെച്ച് ഉണക്കി ടിന്നിലാക്കി സൂക്ഷിക്കുക. എന്നിട്ട് അതിൻ്റെ കാലാവുമ്പോൾ നമുക്ക് നടാം കേട്ടോ. ഇപ്പോൾ ഇതാ മുളകും ഇതെല്ലാം മഞ്ഞളൊക്കെ ഇട്ടത് നല്ലോണം തിളച്ച് കുമ്പളൊക്കെ ഒന്ന് ഏകദേശം അതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഏത് കറി വെച്ചാലും. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ഫൈനായിട്ട് അടിച്ചെടുത്ത നമ്മളെ തേങ്ങയും തൈരും ജീരകവും വെള്ളുള്ളി എല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം വെള്ളമാക്കരുത്, ഈ കറി കുറച്ച് കട്ടിക്കില്ല. അപ്പോൾ അതിലിതാ മിക്സി കഴുകിയിട്ട് ഒരു ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കുക ഉപ്പ് വേണോന്ന്, വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അതപ്പം ഞാൻ ലേശം ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത്തിരി കറിവേപ്പിലൊക്കെ കുറവാട്ടോ, മഴയായതുകൊണ്ട് എല്ലാം പുഴുക്കളൊക്കെ തിന്നുപോയി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കറി റെഡിയായി, ഇത്രേ പണിയുള്ളൂ. ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. ഇനി ഇതിനൊരു വറവ് വയ്ക്കണം കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ചെറിയ കടുവറ കേട്ടോ, ആ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഈ കറിക്ക് ഉലുവയാണ് ബെസ്റ്റ്. പിന്നെ കുറച്ച് ചുവന്ന മുളകും ഒരു 5-6 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് കുറച്ചൊന്ന് ചുവന്ന് വരട്ടെ, ഒന്ന് കറുത്ത് വരണം. കറുക്കാരണം ഒന്ന് വേവത ഈ പാകമാകുമ്പോൾ നമ്മളെ കറിയിലേക്കാണ്ട് ഒഴിക്കുക. എന്താ കാണുമ്പം തന്നെ എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ് സ്മെല്ലൊക്കെ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ കറിയായത്. ഇത് നല്ലോണം വാരിക്കോരി കുടിക്കലുണ്ട് ഞങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വ്യൂവേഴ്സിനും കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ ഈ കറി ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ചോറാണ്ട് മാറ്റി വെച്ച് കറി മാത്രമാണ് കുടിക്കുക. അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്തത്. അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ ഹൈപ്പും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാ ഞാൻ പറഞ്ഞല്ലോ, ചോറ് മാറ്റി വെച്ച് കറി മാത്രം ഇങ്ങനെ എടുത്ത് തിന്നിട്ട് അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക്